എന്നാ പിന്നെ ജഡ്ജ്മെന്റ് ചോദിക്കാം. ശരത് സർ. മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. ഇതില് ചിന്നാമണി കുയിലെ മെല്ലെ വരൂ വരൂ മയിലെ വറൂന്നാക്കണ്ട, അത് മറ്റേ ജപ്പാൻ മുണ്ട് കയറുന്ന പോലെ ഇരിക്കും കേട്ടോ. അത് നോക്കണം. അറൂ അല്ല രൂ അല്ല, രണ്ടിൻ്റെ ഇടയ്ക്കാണ്. മെല്ലെ വരൂ മയിലെ, അത് മോൻ അതും അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ, പാടും കേട്ടോ. അതേ ഉള്ളൂ. പിന്നെ തീരി എന്ന് പാടല്ലേ കേട്ടോ. ഇപ്പം അതിൻ്റെ ഓസിലേഷൻ തൊട്ടടുത്ത നോട്ടാണ് കേട്ടോ മക്കളെ. നീ 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 എല്ലാം നമുക്ക് അതെല്ലാം ഓരോ നോട്ട് വെച്ച് നമുക്ക് ഓസിലേറ്റ് ചെയ്യാം, പക്ഷെ അടുത്തുള്ള നോട്ടാണ് മക്കൾ. അത് എപ്പോഴും നോക്കണം കേട്ടോ. അത് പല്ലവിയിലേ സംഭവിച്ചോളൂ, പിന്നെ നീ മിടുക്കനായി കേട്ടോ. ഇതൊക്കെ പറയുന്നതൊക്കെ മനസ്സിലാവുന്നു ചക്കരെ, നിന്റെ മുഖം കണ്ടാൽ പറയത്തില്ല മോനെ. അതുപോലെ ഇതിലൊരു നല്ല രസമുള്ള ഏരിയ ആണ് ആ കൺമണി ആ ഗ്ലൈഡ്. നീ താമിയ വേണ്ടിറ കൺമണി കൺമണി കൺമണിയല്ലേ ഡി ഖാതകി എന്നാണോ? ഖാതകി മാടി അതല്ലല്ലോ കൺമണി, സ്നേഹത്തോടെ. ആ അപ്പൊ മക്കൾ അതൊന്നും പാടാമോ? ആ കൺമണി ഗ്ലൈഡ് നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് വരട്ടെ. കൺമണി കൺമണി. ആ ഗുഡ് ഗുഡ്. ആ ബദൽ ബദൽ സൊല്ലു നീ സൊല്ലു. മക്കളെ നീ അല്ലടാ, നീ നീ സൊല്ലു നീ സൊല്ലു നീ സൊല്ലു നീ. ആ ഗുഡ്. ആഹാ നീതി കൂടുതൽ വേണം എല്ലായി. അതുപോലെ കുറച്ച് തമിഴിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട് മോളെ. അത് മോളെ സോറി, നിന്നെ കണ്ട അങ്ങനെ തോന്നി എനിക്ക്. മക്കളെ ചക്കരെ മോനെ കുറച്ച് തമിഴില്ലേ കുറച്ച്, അത് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ വന്നാലും നമുക്കത് കറക്റ്റ് ചെയ്യാം, പക്കയാക്കാം കേട്ടോ. ഉഗ്രായിട്ട് പാടി കുഞ്ഞ്, അത് ഒരു സംശയമല്ല മക്കളെ, നന്നായിട്ട് തന്നെ പാടി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മക്കളെ. അർജുൻ അടിപൊളിയായിട്ട് പാടിയടാ. ഓക്കെ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് എടുക്കാം കേട്ടോ, പോസിറ്റീവായിട്ട്. ഓക്കെ, അർജുൻ നല്ല പാട്ടുകാരനാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞു ശരത്തേട്ടൻ, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട്. എൻ്റെ ഡിക്ഷൻ ആണെങ്കിലും അത്ര പഠിച്ചിട്ടുള്ള ആളാണ് ആ പാട്ട്, പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. മോൻ നന്നായിട്ട് പാടി. ആ ഒരു നിന്റെ പെർഫോമൻസിൽ ആ പാട്ടിന് വേണ്ട ഒരു ഇതുണ്ടല്ലോ, ഒരു എനർജി, ആ ഒരു സ്വിങ്, ഒരു അപ്പം അതുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു അനുപല്ലവിയിലൊരു ഇതുണ്ടല്ലോ, ഒരു സംഗതി, അതൊന്ന് പാടാമോ മോനെ അനുപല്ലവി എന്ന്? നെക്സ്റ്റ് சொல்லாத செய்கையிலே நிஜாட செய்கையிலே അടുത്തത് കലാകി പോണേ നാനോ. അതൊക്കെ ക്ലിയർ ആയില്ല, അതൊന്നുകൂടി ഒന്ന് പാടിക്കാതെ മോനെ. കലാഹി പോണേ തന്നാനല്ലേ, തന്നാനാ താൻ. ആ അത് എനിക്ക് ആ നോട്ട്, അതുപോലെ അതിന്റെ ആ ലാസ്റ്റ് വേർഡ് അത് ഒന്ന് മൊത്തത്തിൽ പാടിക്കേ. കലാഹി പോണേ നാനോ കൺ പാർത്താളാവേ ആളാവേ. അത് എല്ലായിടത്തും അത് പോയി, അത് ആ സംഗതി ഒരിടത്തും വർക്കായില്ല. അതാണ് ഓൾമോസ്റ്റ് അതാണ്. അപ്പം അത് എന്താ പറയുക, അവരൊക്കെ പാടി വെക്കുമ്പോൾ അത് ഭയങ്കര സ്വീറ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എളുപ്പമാണെന്ന്, പക്ഷേ ആ സംഗതിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അതിൽ. എനിവേ നൈസ്, ഗുഡ്. അർജുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ ആം ഗിവിംഗ് യു 9. താങ്ക് യു സർ. ഓക്കേ ഹരിച്ചേട്ടാ 8.5. താങ്ക് യു സർ. 17.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നല്ല മാർക്സ് ആണ്. ഇനി അടുത്ത റൗണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്തോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.